ഗൈസ്, അപ്പോൾ രണ്ടുപേരും ഓഫീസ് റൂം ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണിന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകമൊക്കെ ആയതുകൊണ്ടാ. കർക്കിടകം കഴിഞ്ഞോ? കഴിയാറായി. അപ്പോൾ എന്നോട് പറഞ്ഞത് കർക്കിടകത്തിൻ്റെ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ആ വലിയ തവളേൻ്റെ സൗണ്ടാ രസം. അങ്ങല്ല, അമ്മ നോക്കുക. അമ്മ ചെറിയൊരു മഴ വരുന്നുണ്ട് കേട്ടോ. ഉറപ്പാ? അപ്പോൾ രണ്ടുപേരും ഓഫീസ് റൂം ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണിന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകമൊക്കെ ആയതുകൊണ്ടാ. കർക്കിടകം കഴിഞ്ഞോ? കഴിയാറായി. അപ്പോൾ എന്നോട് പറഞ്ഞത് കർക്കിടകത്തിൻ്റെ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യാലോ. അയ്യോ, കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം അതെ, അപ്പോൾ അതെന്തായാലും അത് ഒരു വീഡിയോ ആക്കിയിട്ട് കാണിക്കാമെന്ന് അമ്മയും പറഞ്ഞു, അച്ഛനും പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു ശരി, ഞാനും സഹായിക്കാം എന്നുള്ള ലെവലിൽ ക്ലീനിങ് ആണ്. ഓക്കെ, എന്താ ആദ്യത്തെ പരിപാടി എന്താ? ഓക്കെ, അപ്പം ആദ്യം മാറ്റിനെ കൊണ്ട് പുറത്തിടുന്നുണ്ട്. ആ പൊടിയുണ്ട്. എവിടേക്കാ മുറ്റത്തിടുക? മഴ പെയ്യണ്ട കേട്ടോ. പൊടിയുണ്ട്. ഓക്കെ, അതിന് ചെറിയൊരു മഴ വരുന്നുണ്ട് കേട്ടോ. ഉറപ്പാ? ഓക്കെ, മഴ പെയ്യില്ല കേട്ടോ. പെവേന്ന്. അടുത്തത് നെക്സ്റ്റ്. സോഫ നീക്കണം. ഓക്കെ, ടൂൾസ് എടുത്തോളൂ. ടൂൾസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. അതാ പോകുന്നു, ചൂല് പോകുന്നു. ഇത് ഗ്ലാസ് തുടയ്ക്കാനുള്ള എന്തോ ഒരു പേപ്പറാണ്. ഇത് ഗ്ലാസ് തുടയ്ക്കാനുള്ള ലിക്വിഡ്. ഞാൻ ഗ്ലാസ് തുടയ്ക്കാം ഗൈസ്. സോഫയൊക്കെ അതാ മാറ്റുന്നുണ്ട് സൈഡിലെ. പിന്നെ അല്ല, ഈ സാധനം വേണ്ടേ? അല്ല, ആദ്യം മാറാരെ തട്ടിയതിന് ശേഷം നിലം തുടയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ വീണ്ടും നിലം തുടയ്ക്കേണ്ടി വരും. സ്മാർട്ട് വർക്ക് ഗൈസ്, സ്മാർട്ട് വർക്ക്. പൊടിയുണ്ടോ? ഞങ്ങൾ രാമനാട്ടുകര താമസിക്കുമ്പോൾ വീട്ടിൽ വെച്ചിരുന്ന മെയിൻ ക്ലോക്ക് കേട്ടോ. രസമാണ്. എത്ര വർഷത്തെ പഴക്കമുണ്ടാവും? ആ 20 വർഷത്തിലും പഴക്കമുള്ള ക്ലോക്കാണ് ഈ കാണുന്നത്. വാട്സിന്റെ. പക്ഷെ അതിന്റെ ക്വാളിറ്റി കണ്ട ഗൈസ്, നല്ല സാധനമാണ്. ഇത് പിന്നെ മരത്തിന്റെ ഒരു ഗണം. ഇത് രാമനായിട്ട് ഉണ്ടായിരുന്നു അവൻ. ക്രാഫ്റ്റ് വില്ലേന്ന് വാങ്ങിയതാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സാധനമൊക്കെ ഉണ്ട്. അവിടെ ലൈറ്റ് ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. പിന്നെ ഇവിടെ കർക്കിടകത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരു ക്ലീനിങ് ഞങ്ങളെ കൊണ്ട് വീഡിയോ ആയിട്ട് ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിവിടെ സ്ഥിരമുള്ള പരിപാടിയാണ് ക്ലീനിങ്. കുറച്ച് പ്രശ്നമുണ്ടേ. പൊടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് മാറാലേക്കൊന്ന് തട്ടാം, അത്രേ ഉള്ളൂ. സോഫ മാറ്റാനുണ്ടോ? ഈ ടോപ്പ് പോർഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പാറ്റ. അമ്മ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് മാറ്റണ്ടേ? ഇതൊക്കെ പൊടി കാട്ടണ്ടേ?
അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എത്രത്തോളം പൊടി കിട്ടിയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, സോഫേൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ക്ലീനിങ് നടത്താനുള്ള പരിപാടിയാണ്. ടവലൊക്കെ എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഇനി നിലത്തുനിന്ന് കുറച്ച് പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫാന് ക്ലീൻ ചെയ്തപ്പോൾ താഴത്തേക്ക് വീണ പൊടിയൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. അമ്മ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണലുണ്ട് അല്ലേ, ക്ലീനിങ് വീഡിയോ. എന്നിട്ട് എന്നോട് പറഞ്ഞേടാ ക്ലീനിങ് വീഡിയോ ഒക്കെ കുറേ സ്ത്രീകളൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ കാണിച്ചു കൊടുക്കാം ക്ലീനിങ്. വേഗം ആ അതാണ് നന്നായിട്ട് പണിയെടുക്കാണ്ട് നന്നായി പണിയെടുക്കുക അല്ലേ, ചൊറയില്ലാന്ന്. ഓ വിൻഡോ ക്ലീനിങ് ഇല്ലേ? ഇനിയിപ്പോൾ ഞാൻ പണിയെടുത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കായിരിക്കും ചീത്ത വെക്കുക. അതെല്ലാം കൂടെ ഒന്നും നടക്കൂല ഗൈസ്. വീഡിയോ എടുക്കണം വേണ്ട. ഓക്കെ അപ്പം ഓക്കെ ഗൈസ്, ഇനി വിൻഡോ ക്ലീനിങ് ആണ്. വലിയ പ്രശ്നമൊന്നുമില്ല, ഇവർ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നത് കൊണ്ടേ. കാക്ക അപ്പ് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഴുക്കുണ്ടെന്ന് തോന്നൂല. ഇവിടെയല്ല, അപ്പുറത്താണെന്ന് തോന്നുന്നു കുറച്ചും കൂടി അഴുക്കുള്ള. അകത്ത് അഴുക്ക് കുറവാണ്. ഒരാൾ ഇവിടുത്തെ ഗ്ലാസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുട്ടപ്പനായില്ലേ? പുറത്ത് അഴുക്കുണ്ട്. ഗ്ലാസ് ഒക്കെ ക്ലീൻ ആക്കി ഗൈസ്. ഈ സോഫയൊക്കെ നമ്മൾ തിരിച്ചു വെക്കുന്നതാണ്. ഓക്കെ എലേനൊക്കെ ക്ലീൻ ചെയ്യുന്നു ഗൈസ്. തവളേനെ വൃത്തിയാക്കാൻ പോകുന്നു ഗൈസ്. ചെറിയ തവളയുണ്ട്, വലിയ തവളയുണ്ട്. ചെറുത് എന്തെങ്ങനെ തവള എന്നുള്ളത് കാണിച്ചു തരാട്ടോ. ആ വലിയ തവളേൻ്റെ സൗണ്ടാ രസം. അങ്ങല്ല അമ്മ നോക്ക. അമ്മ അതാണ് തവള ഗൈസ്, ഇവിടുത്തെ തവളയാണ്. ആണോ? അച്ഛനെ നിങ്ങൾ രണ്ടാൾ ഇതിന്റെ വീടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ കുറക്കും എന്ന് പറയോ? അതെ ഓക്കെ ഗൈസ്. അപ്പം കുറച്ച് പൊടിയൊക്കെ ഇതാ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്ന് അധികമൊന്നും ഇല്ല. സാധാരണ അമ്മയ്ക്ക് ഓരോരോ ആഗ്രഹങ്ങളെ, വയസ്സായവരുടെ ആഗ്രഹം പറഞ്ഞ് അത് സാധിച്ചു കൊടുക്കണം. അയ്യോ മകൻ വൃത്തിയാക്കാം. മകൻ ഞാനൊന്നും പറയില്ല.
ആ അത്രയും കിട്ടി കളക്ഷൻ. ഓക്കെ ഗായ്സ്, അപ്പം എന്നാൽ അതിനി കോരിയിലേക്ക് ആക്കുക. എന്തൊക്കെയൊക്കെയോ പരിപാടി ഇനി. ഓക്കെ ഗൈസ്, അപ്പം ഇനി ബാക്കി ഇനി ഈ പ്രദേശ ഭാഗങ്ങളിലൊക്കെ ഇനി ക്ലീനിങ് നടക്കാനുണ്ട്. അപ്പം തൽക്കാലം വൃത്തിയായത് ഈ ഭാഗം മാത്രമാണ്. പക്ഷെ ബാക്കി എല്ലാ ഭാഗവും വൃത്തിയൊക്കെ തന്നെ കേട്ടോ. ജസ്റ്റ് എന്താ പറയുക, ഒന്ന് റീടച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടുത്തെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം ഈ ഇവിടുത്തെ വൃത്തീൻ്റെ കാര്യം. അയ്യോ ഓക്കെ ഗൈസ്, മതിയോ? വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. നമുക്ക് ടാറ്റ പറയാം. ഐസ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാളും ഇതാ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ടാറ്റ പറഞ്ഞോണ്ട് രണ്ടാളും ടാറ്റ ഗൈസ്. അപ്പോൾ ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലീനിങ് വീഡിയോ അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി എന്താ പറയുക, ഇനി ഇവർക്ക് പൂതി ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, ബൈ ബൈ.